രാം നാരായൺ റാം. സാമ്യവാദം എങ്ങനെ മനസ്സിലാക്കാം? മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും എല്ലാവർക്കും സമത്വത്തിൻ്റെ അവകാശം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാം കഴിയും, ഞാൻ ഏറ്റവും വലിയവനാണ് എന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇന്ന് മനുഷ്യൻ ചന്ദ്രനിലേക്കും പോകുന്ന കാലത്താണ്. പക്ഷേ പക്ഷികൾ ജനനത്തോടെ തന്നെ പറക്കാൻ അറിയുന്നവരാണ്. അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. നായകൾക്ക് കള്ളൻ ആരാണെന്ന് അദ്വിതീയമായ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഗന്ധം മാത്രം കൊണ്ടാണ് അവർ തിരിച്ചറിയുന്നത്. ദൈവം ഓരോ സസ്ത്രീയിലും പ്രത്യേകതകളും സമത്വവും നൽകിയിട്ടുണ്ട്. ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവർത്തനം നടത്താനുള്ള ശക്തി ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈച്ചകൾക്കും വളരെ തീവ്രമായ ഘ്രാണശക്തിയുണ്ട്. സൃഷ്ടി ഓരോ ജീവിയിലും വ്യത്യസ്തമായ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. ശ്രീ ബാല ബ്രഹ്മചാരി ജി എല്ലാവരെയും സമമായി കണ്ടു, എല്ലാവർക്കും സമാനമായ ശക്തി ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. സാമ്യവാദം എന്ന ആശയത്തെ അദ്ദേഹം തൻ്റെ ചിന്തകളിൽ ഇങ്ങനെ വിശദമാക്കി: എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ആദരിക്കുക. മനുഷ്യൻ മാത്രമാണ് നല്ലതും ചെറുതുമായ കർമ്മങ്ങൾ ചെയ്യാനാകും. വായു, വെള്ളം, ഭൂമി മുതലായ പ്രകൃതിതത്വങ്ങൾ സ്വമേധയാ ഒന്നും ചെയ്യാനാകില്ല. എന്നാൽ മനുഷ്യന് അതിന് കഴിയും, കാരണം അവന് അവകാശങ്ങളുണ്ട്. പ്രകൃതിക്കൊന്നും അവകാശങ്ങളില്ല. മനുഷ്യൻ ആദ്യം ആലോചിക്കുന്നു, പിന്നെ പ്രവർത്തിക്കുന്നു. അവൻ്റെ ഉള്ളിൽ രണ്ട് തരത്തിലുള്ള ചിന്തകൾ വരുന്നു. ഒന്നാകെ അവൻ്റെ സ്വന്തം ചിന്തയും മറ്റേത് പാരമായുള്ളതും. ഈ രണ്ടിനും ഇടയിൽ വിചക്ഷണത, വിവേകം ഇടപെടുന്നു. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഒഴിവാക്കേണ്ടത് എന്ന് അത് പറയുന്നു. വിചക്ഷണതയുടെ വാക്ക് അവഗണിക്കുന്നവൻ അവൻ ദുർമാർഗത്തിലേക്കാണ് പോവുക. മനസ്സ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. ശരീരത്തിലെ ഓരോ അവയവവും മനസ്സിലേക്ക് പ്രതീക്ഷയും സന്ദേശങ്ങളും നൽകുന്നു. മനസ്സ് തീരുമാനിക്കാതെ ഒന്നും നടക്കില്ല. വിവേകം ഒരു മന്ത്രിസ്ഥനാണ്. ശരീരത്തിലെ എല്ലാം അവയവങ്ങൾ അവൻ്റെ സൈനികരാണ്. വേദങ്ങൾ ആകാശം പോലെയാണ്. ആകാശത്തിലുമുള്ളതെല്ലാം പ്രകൃതിയിലുമുള്ളതെല്ലാം നമ്മിൽ തന്നെയുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചതും മുളക് അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ രുചി അനുഭവിക്കുന്നത് പോലെയാണിത്. അതിൽ നിന്ന് ക്ഷാരതയും കയ്പും അവനറിയാം. ഇത് ജന്മസിദ്ധമായ ബുദ്ധിയുടെ തെളിവാണ്. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് സമൂഹത്തിൽ ജീവിതം അനുഭവിച്ച് കണ്ടു പഠിച്ചു. അതുപോലെ തന്നെ ആകുന്നു. ഒരു കുട്ടി എന്തെങ്കിലുമെതിരെ പൊരുതുന്നു എങ്കിൽ അതിന് അവനെ പഠിപ്പിച്ചതാരാണ്? നമ്മൾ ചെയ്യുന്നത് എല്ലാം ആദ്യം മനസ്സിൽ ചിന്തയായി വരുന്നു, പിന്നെ അതിനെ മനസ്സ് പിന്തുടരുന്നു. ആകാശത്തിൽ നല്ലതും കേട്ടതും ഉള്ള ശബ്ദങ്ങളുണ്ട്. മനുഷ്യനും രാം നാരായൺ റാംനും പ്രകൃതിയുടെ ഭാഗവുമാണ്. പ്രകൃതിയാണ് വേദം. ഭൂമിയിൽ നടക്കുന്നത് എല്ലാം വേദമാണ്. അതുകൊണ്ടുതന്നെ നിങ്ങൾ എല്ലാവരും രാം നാരായൺ റാം ചെയ്യണം.